ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസ് നെയിം വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ഈ HTML കണ്ടന്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുക, അതും ജാവാസ്ക്രിപ്റ്റ് വെച്ചെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ID എന്താനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ മസ്റ്റായിട്ടും വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സമയം കളയാതെ നേരെ ചെയ്തു നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ സ്ക്രീനിലേക്ക് ഇപ്പോൾ കാണുന്നുണ്ടാവും കുറച്ച് ബോഡീസ്, ഈ കാര്യങ്ങളൊക്കെ HTML ആണ്. അതൊക്കെ നിങ്ങൾ അറിയില്ലാന്നെങ്കിൽ നമ്മളെ പ്രീവിയസ് വീഡിയോസ് ഉണ്ട്, ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കാണുക. പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു H1 വെച്ചിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഹലോ വെൽക്കം ടു വെസ്ലൻ എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നതിന് ശേഷം ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം, റൺ ചെയ്ത് നോക്കാം. കണ്ടു, വെൽക്കം ടു വെസ്ലൻ എന്നുള്ളത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്തത് വെച്ചാൽ, അന്ന് ചെയ്തത് ഈ ബോഡി നെയിമിന് സ്ക്രിപ്റ്റ് ടാഗ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തത് അല്ലേ. ഇതുപോലെ ഒരു സ്ക്രിപ്റ്റ് ഇട്ടിട്ട് ഈ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിലാണ് ഡോക്യുമെൻറ്റ് ഡോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തത്, ഈ ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡൊക്കെ എഴുതിയത്. ഇനി നമ്മൾ എന്ത് ചെയ്തത് വെച്ചാൽ, പ്രോപ്പറായിട്ട് ഒരു ഇൻഡെക്സ് ഡോട്ട് JS ഫയലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇൻഡെക്സ് ഡോട്ട് JS ഫയൽ. ഇൻഡെക്സ് ഡോട്ട് JS എന്നുള്ളത് നമ്മുടെ എക്സ്റ്റൻഷനാണ്, അതായത് JS ഫയലാണെന്ന് അറിയിക്കാൻ വേണ്ടി ഫയൽ നെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ് ഡോട്ട് ഡോമാണ് ഉപയോഗിക്കുന്നത്. ഡോം എന്താ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കൊരു HTML കണ്ടന്റ് മാറ്റണമെങ്കിൽ അതും ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഡോം എന്നുള്ളത്, ഡോം മാനിപ്പുലേഷൻ എന്നുള്ളത്. ഓക്കെ, അത് പ്രീവിയസ് വീഡിയോയിൽ പ്രോപ്പറായി എന്താ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് നോക്കാം. കൂടുതലായി ഞാൻ എന്ത് ചെയ്യുന്നില്ല, വിശദീകരിച്ച് ഇങ്ങനെ സമയം കളയാൻ നിൽക്കുന്നില്ല. ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ്, നമ്മൾ മറ്റേതാണെങ്കിൽ ഗെറ്റ് എലമെൻറ്റ് ബൈ ID ആണ്. അതായത് ID ആണ് സെലക്ട് ചെയ്തെങ്കിൽ നമ്മൾ ഗെറ്റ് എലമെൻറ്റ് ബൈ ID ആണ്. നമ്മളിപ്പോൾ ക്ലാസ് നെയിം വെച്ചിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഗെറ്റ് എലമെൻറ്റ് ബൈ ID പകരം ബൈ ക്ലാസ് നെയിം എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഗെറ്റ് എലമെൻറ്റ്സ് ബൈ ക്ലാസ് നെയിം കൊടുക്കുക. ഇനി ക്ലാസ് നെയിം ഏതാണെന്നുള്ളത് നമുക്കറിയണ്ടേ. ക്ലാസ് നെയിം കൊടുക്കണമെങ്കിൽ ഇവിടെ ക്ലാസ് നെയിം എന്ത് ചെയ്യണം, HTML ടാഗിനുള്ളിൽ ക്ലാസ് നെയിം എന്ന് കൊടുക്കണം. അതിന് വേണ്ടി എന്ത് ചെയ്യുക, ഒരു ക്ലാസ് നെയിം കൊടുക്കുക. അതിനുവേണ്ടി ക്ലാസ് എന്ന് എഴുതിയിട്ട് ക്ലാസ്സിലൊരു ആട്രിബ്യൂട്ട് കൊടുത്തതിന് ശേഷം അവിടെ എന്ത് ചെയ്യുക, ഗ്രീറ്റിംഗ് എന്ന് കൊടുക്കാം. ഗ്രീറ്റിംഗ് എന്ന് കൊടുത്ത് സേവ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടി ഇവിടെ പോയിട്ട് ആ ഗ്രീറ്റിംഗ് തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഗ്രീറ്റിംഗ്. പിന്നെന്താ നമ്മൾ പറഞ്ഞ ഡോട്ട് ഇന്നർ HTML. എന്തിനാ ഇന്നർ HTML? ഇന്നർ HTML ആണ് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഈ HTML കണ്ടന്റ് മാറ്റാനുള്ള ഒരു മെത്തേഡ്, ഇന്നർ HTML എന്നുള്ളത്. ഓക്കെ, എന്നിട്ടാണ് അസൈൻ ഇട്ടതിന് ശേഷം ഇവിടെ എന്താ കൊടുക്കേണ്ടത്, എന്താണോ നിങ്ങൾക്ക് മാറ്റേണ്ടത്. അതായത് ഇപ്പോഴുള്ള ഇപ്പോഴുള്ള കണ്ടന്റ് മാറ്റി എന്താ കണ്ടന്റ് ആണോ കൊടുക്കേണ്ടത് ആ കണ്ടന്റ് ഇവിടെ കൊടുക്കുക. ഞാനിപ്പോൾ ഹലോ വെസ്ലൻ എന്നുള്ളത് ആക്കി മാറ്റാം. വെൽക്കം ടു വെസ്ലൻ എന്നുള്ളത് ഹലോ വെസ്ലൻ എന്നുള്ളത് കൊടുത്തു, സേവ് ചെയ്തതിന് ശേഷം നമുക്കൊന്നും കൂടി പോയി നോക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ സേവ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മുടെ എഫക്റ്റ് ആയിട്ടുണ്ടാവില്ല, നോക്കിക്കഴിഞ്ഞാൽ ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ JS ഫയൽ നമ്മൾ HTML കണക്ട് ചെയ്തിട്ടില്ല. അത് കണക്ട് ചെയ്യണം. അത് എങ്ങനെ ചെയ്യുക, നമ്മൾ എവിടെയാണോ സ്ക്രിപ്റ്റിംഗ് ടാഗ് എഴുതേണ്ടത് ഏറ്റവും താഴത്ത്, ബോർഡിൻ്റെ താഴത്ത്, അതായത് ഈ പറഞ്ഞ HTML കണ്ടൻസ് ഒക്കെ കഴിഞ്ഞാൽ, HTML ടാഗ്സ് ഒക്കെ കഴിഞ്ഞാൽ ബോർഡിൻ്റെ ക്ലോസിങ് ടാഗിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് എഴുതേണ്ടത്. എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് തോന്നുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്യും, ഈ പേജ് ലോഡായി വരുന്ന സമയത്ത് നമുക്ക് ഈ ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡൊക്കെ ഒന്നും നമുക്ക് റൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ടോപ്പ് ടു ബോട്ടം ആണല്ലോ കോഡ് നോർമലി എന്ത് ചെയ്യുന്നത്, റൺ ആവുന്നത് അല്ലേ. ടോപ്പ് ടു ബോട്ടം ആണ്. അപ്പോൾ ഇത് ടോപ്പ് ടു ബോട്ടമായിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ലോഡ് ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നെറ്റിൻ്റെ സ്ലോ ഉണ്ടാവാം, ഇല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പോൾ ഇതിങ്ങനെ കറങ്ങി വരുമ്പോൾ ആദ്യം എന്ത് ചെയ്യും, ഈ കണ്ടൻസ് ഒക്കെ എടുക്കും, പിന്നെ സ്റ്റൈൽ എടുത്തതിന് ശേഷം ഇതൊക്കെ കഴിഞ്ഞ ശേഷം മതി ആക്ഷൻ. കാരണം ജാവാസ്ക്രിപ്റ്റിൻ്റെ കൂടെ അപ്പം മതി. കാരണം എന്താ വെച്ചാൽ ഒരു ബട്ടൺ, നമ്മൾ ഒരു UI ഇല്ലാതെ നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പോകില്ലല്ലോ, ഒരു ആക്ഷൻ ക്ലിക്ക് ചെയ്യാൻ പോകില്ലല്ലോ. അപ്പോൾ എന്താണ്,
അതിനൊക്കെ വേണ്ടി നമ്മൾ ഏറ്റവും താഴത്താണ് എപ്പോഴും ഈ സ്ക്രിപ്റ്റ് ടാഗൊക്കെ ഈ ജാവ സ്ക്രിപ്റ്റിൻ്റെ കോഡൊക്കെ എഴുതി വെക്കേണ്ടത്. കാരണം വെച്ചാൽ ജാവ സ്ക്രിപ്റ്റിൻ്റെ കോഡ് ചില കോഡൊക്കെ എടുത്തു നോക്കിയാൽ ഒരുപാടുണ്ടാവും. ആനിമേഷൻസ് ഒക്കെ എഴുതാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഏറ്റവും താഴത്ത്. അപ്പോൾ അത് ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യും, ഈ സ്റ്റൈലൊക്കെ വന്നതിന് ശേഷം ലോഡായി അത് വന്നോളും. ഓക്കെ, അപ്പോൾ അത് ആ രീതി മനസ്സിലാക്കാം. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ സ്ക്രിപ്റ്റ് ടാഗ് എഴുതാം. സ്ക്രിപ്റ്റ് എന്ന് കൊടുക്കുക. സ്ക്രിപ്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ തന്നെ ക്ലോസിങ് ടാഗ് കൊടുത്താലും മതി. അപ്പോൾ സ്ക്രിപ്റ്റ് ടാഗ് എന്ത് ചെയ്യുക, കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് ക്ലോസ് ചെയ്യുക. അതായത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ആട്രിബ്യൂട്ട് ഉണ്ട് സ്ക്രിപ്റ്റിംഗ് ടാഗിന്, SRC എന്ന് പറഞ്ഞിട്ട്. ആ SRC എന്നുള്ളത് സോഴ്സ് എന്നാണ്. അതായത് എവിടെയാണ് നമ്മൾ ഈ ഇൻഡെക്സ് JS ഫയൽ ഉള്ളത് ആ സോഴ്സ് ഇതിന് എന്ത് ചെയ്യണം, നമ്മൾ പ്രോപ്പറായി കാണിച്ചു കൊടുക്കണം. index.js എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഈ ./ എന്ന് വെച്ചാൽ എന്താ, കറണ്ട് റൂട്ടാണ്. അതായത് കറണ്ട് റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു ഫോൾഡർ, പലർക്കും പല സംശയങ്ങൾ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫോൾഡർ ഉണ്ടാക്കി, JS എന്നുള്ള ഒരു ഫോൾഡർ ഉണ്ടാക്കി. ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ ഞാൻ എന്തിൻ്റെ സ്ക്രിപ്റ്റ് .js എന്നുണ്ടാക്കി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഒരു സംഭവിച്ചതെന്ന് വെച്ചാൽ റൂട്ടിൽ ഒരു JS ഫോൾഡറാണ്. ആ JS ഫോൾഡറിൻ്റെ ഉള്ളിലാണ് എന്ത് script.js എന്നുള്ളത്. അപ്പോൾ അതിന് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കിയാൽ മതി. അതിന് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ./ ക്ലിക്ക് ചെയ്താൽ എന്ത് കിട്ടി, JS ഫയൽ കിട്ടി. JS ഫയൽ കിട്ടിയാൽ സ്ലാഷ് കൊടുത്താലാണ് പിന്നെയാണ് scripting.js എന്നുള്ളത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ./ എന്ന് പറയുന്ന റൂട്ടാണ്. പിന്നെയും സ്ലാഷ് ക്ലിക്ക് ചെയ്യുക, ആ റൂട്ടിലുള്ള ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ഫോൾഡേഴ്സാണ്. ഒന്നും കൂടി മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി റിവൈസ് ചെയ്ത് കാണാം. ഇപ്പോൾ നമ്മൾ റൂട്ടിലുള്ള index.js എന്നുള്ളത് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, അപ്പോൾ അത് തൽക്കാലം ഡിലീറ്റ് ചെയ്യാണ്, കാണിക്കാൻ വേണ്ടി ചെയ്താൽ. ഓക്കെ, പിന്നെന്താ വെച്ചാൽ ഇനി സേവ് ചെയ്തതിന് ശേഷം നമ്മളെ ക്ലാസ് എന്നുള്ളത് ഗ്രീറ്റിംഗ് ആണ്. ഈ ഗ്രീറ്റിംഗ് എന്നുള്ളത് JS ഉണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കുക, കൺഫേം ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്കിപ്പോൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വീണ്ടും വെൽക്കം ടു വെസ്ൽ എന്നാണ്. നമ്മളത് മാറിയിട്ടില്ല, കണ്ടന്റ് മാറിയിട്ടില്ല. കാരണം എന്താണെന്നും കൂടി ഞാൻ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഈ ID നെയിം ഉപയോഗിക്കുമ്പോൾ document.getElementById എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ID നെയിം കൊടുത്ത് .inner.html എന്ന് വിളിച്ചാൽ നമുക്ക് കിട്ടും. കാരണം എന്താ, ഇതിങ്ങനെ ഡോട്ട് വെച്ച് നമുക്ക് വിളിച്ചാൽ കിട്ടും. പക്ഷേ നമ്മുടെ ഈ കേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ക്ലാസ്സാണ്. ഈ ഐഡിയും ക്ലാസ് തമ്മിൽ വ്യത്യാസം എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് നമ്മൾ HTML CSSൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വെബ് ഡിസൈനിങ്ങിൻ്റെ പ്ലേലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, അമ്മാറ് ഞാൻ ഇവിടെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതായത് ID എന്നുള്ളത് യുണീക്കാണ്, ക്ലാസ് നെയിം എന്നുള്ളത് യുണീക്കാണ്. അതായത് ഇപ്പോൾ മൾട്ടിപ്പിൾ എലമെൻറ്റ്സിന് നമുക്ക് സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് നെയിം, അതായത് ഒരുപോലുള്ള എലമെൻറ്റ്സിന് ഇല്ലെങ്കിൽ ഒരുപോലുള്ള സ്റ്റൈല് മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലാസ് നെയിം വെച്ചിട്ട് ഒറ്റ സ്റ്റൈൽ ഷീറ്റിൽ ഒറ്റ സ്റ്റൈൽ എഴുതിയാൽ മതി. പിന്നെ ആ നെയിം മാത്രം കോൾ ചെയ്താൽ നമുക്ക് എല്ലാത്തിനും എഫക്റ്റ് ആവും. പക്ഷേ ID അങ്ങനെയല്ല. ID ഇത് യുണീക്കാണ്. ചില ഒരു എലമെൻറ്റ്സിന് മാത്രം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആക്സസറാണ് എന്ത്, ഈ പറഞ്ഞ ID എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ID എന്നുള്ളത് സിംഗിളാണ്, അപ്പോൾ യുണീക്കാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഒറ്റ ഒരാളെ ഉണ്ടാവുള്ളൂ. പക്ഷേ ക്ലാസ് നെയിം അങ്ങനെയല്ല. ക്ലാസ് നെയിം മൾട്ടിപ്പിൾ ആൾക്കാർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളത് സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു അറേ ആയിട്ടാണ് ഇത് വരുന്നത്. എന്താണ് അറേ, എന്താണ് ഈ പറഞ്ഞ വേരിയബിൾ എന്താ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജാവയുടെ ബേസിക് കോഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. മസ്റ്റായിട്ട് അത് വാച്ച് ചെയ്യണം. ആ വാച്ച് ചെയ്തതിന് ശേഷം ഇത് വാച്ച് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് അത് ബേസിക്സ് ആണ്, അതെന്തായാലും മസ്റ്റായാലും എല്ലാവരും, അതായത് ഇത് വാച്ച് ചെയ്യുന്ന ആരാണെങ്കിലും അത് വാച്ച് ചെയ്തിട്ടുണ്ടാവണം. കാരണം എന്താ വെച്ചാൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാവില്ല. ഈ അറേ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പോൾ അറേയാണ്. അപ്പോൾ അറേ ആവുമ്പോൾ കുറേ ഒരു അറേൻ്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ എന്തുണ്ടാവും, ക്ലാസ് നെയിം എലമെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല. ഞാൻ ഒരു ഇവിടെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിവിടെ console.log എന്നുള്ള ഒരു പ്രോഗ്രാം എഴുതാം. ഓക്കെ, ഈ console.log എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ document.getElementByClass name എന്നുള്ളത് ഇത്രയും കോപ്പി ചെയ്തിട്ട് ഇവിടെ console.log എന്നുള്ളത് എന്താണ്, ജസ്റ്റ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. നമ്മൾ ഈ ജാവയിൽ പഠിച്ചത് എന്താ,
സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് അല്ലെങ്കിൽ പ്രിൻ്റ് എന്നുള്ളതൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും കൺസോൾ ഡോട്ട് ലോഗ് എന്നാണ് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഞാൻ ഇത് പ്രിൻ്റ് ചെയ്തു, അതായത് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ക്ലാസ് നെയിം കൊടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ HTML കൊടുത്ത ക്ലാസ് നെയിം ഇവിടെ കൊടുത്താൽ ഇവിടെ എങ്ങനെ ഇപ്പോൾ ഇത് കാണണമെന്നുണ്ടെങ്കിൽ നേരെ ബ്രൗസർ പോവുക, ബ്രൗസർ വെച്ച് ഇൻസ്പെക്ട് ക്ലിക്ക് ചെയ്യുക. ഇൻസ്പെക്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കൺസോളും കാണും. ആ കൺസോൾ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഈ പ്രിൻ്റ് ആയതിൻ്റെ ഇത് എടുത്ത് നോക്കിയാൽ മീൻസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് ഡാറ്റ താഴെ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെയാണ് അറേ വരിക. ഞാൻ പറഞ്ഞില്ല, അറേ എന്നുള്ളത് 0th പൊസിഷൻ മുതലാണ് തുടങ്ങുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 0th പൊസിഷനിലാണ് എന്തുള്ളത്, ഈ പറഞ്ഞ H1 ഉള്ളത്, ഗ്രീറ്റിംഗ് H1 ടാഗാണ്, ഡോട്ട് ഗ്രീറ്റിംഗ് ആണ്. അതിൻ്റെ ഉള്ളിലാണ് ഈ ഇന്നർ HTML ഹലോ വെസ്ല എന്നുള്ളത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്നർ HTML ഹലോ വെസ്ല എന്നുള്ളത് കാണാൻ പറ്റും. ഇതെന്തുകൊണ്ടെന്ന് പറയാം, ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ കാണാതാവും. ഇന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി റിഫ്രഷ് ചെയ്താൽ സംഭവം അത് കാണുന്നില്ല. ഓക്കെ, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ആ പ്രത്യേകത എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതിപ്പോൾ അത് മറക്കാം. ഓക്കെ, ഇപ്പോൾ എന്താ വെച്ചാൽ ഈ പ്രിൻ്റ് ചെയ്ത സംഭവമാണ് ഈ കാണുന്നത്. ഓക്കെ, ഈ കാണുന്നതിൽ നമ്മൾ ഈ ആദ്യത്തെ ഇൻഡെക്സിൽ, അതായത് ആദ്യത്തെ ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒറ്റ ക്ലാസ് നെയിമേ ഉള്ളൂ. ഒറ്റ ക്ലാസ് നെയിം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് H1 ഡോട്ട് ഗ്രീറ്റിങ്ങിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്, ഗ്രീറ്റിംഗ്. ഈ H1ലാണ് ഗ്രീറ്റിംഗ് ഉള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ H1 ടാഗ് അല്ലാതെ ഇവിടെ ഞാൻ P ടാഗും കൂടി ഞാൻ കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിനെ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ P മാറ്റി, ഇവിടെ നിന്ന് P മാറ്റി. ഓക്കെ, P ടാഗ് ആക്കി. ഇനി സേവ് ചെയ്തു. വീണ്ടും ഞാൻ ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു. പിന്നെ തുറന്നു നോക്കിയാൽ കണ്ടോ, അതായത് 0-1 ആയി. നമ്മൾ പറഞ്ഞു അറേ പൊസിഷൻ തുടങ്ങുന്നത് 0th ഇൻഡെക്സ് മുതലാണ്. അപ്പോൾ അറേന്ന് 1 എക്സ്ട്രാ എന്നപ്പോൾ എന്തായി, ഒന്നും കൂടി, അതായത് P ഡോട്ട് ഗ്രീറ്റിംഗ്. മനസ്സിലായോ? മൾട്ടിപ്പിൾ എന്തുണ്ടാവും, ക്ലാസ് നെയിമിന് മൾട്ടിപ്പിൾ നമുക്ക് എലമെൻറ്റ്സിന് ഉപയോഗിക്കാൻ പറ്റും. ID ഒറ്റ എലമെൻറ്റിനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായി അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് 2 ഉണ്ട് അല്ലേ. ഇപ്പോൾ ഇത് 2 ഏതിനാണോ കൊടുക്കേണ്ടത് നമുക്കറിയില്ലല്ലോ. ഏത് ആദ്യത്തിനാണോ രണ്ടാമത്തേതാണോ നമുക്ക് കൊടുക്കേണ്ടതല്ല. അത് നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, ഇവിടെ പോയിട്ട് അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്താണ്, അറേത്തിൽ 1ാമത്തെ പൊസിഷനാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നോക്കിയേ, ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ക്ലാസ് നെയിം കൊടുത്തിട്ട് അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഗ്രീറ്റിംഗ് എന്നുള്ള ഒരു എന്ത് കൊടുക്കുക, ഗ്രീറ്റിംഗ് എന്നുള്ള ആ ക്ലാസ് നെയിം കൊടുക്കുക. എന്താണോ ക്ലാസ് നെയിം, ആ ക്ലാസ് നെയിം കൊടുത്തതിന് ശേഷം ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ 0th പൊസിഷൻ കൊടുക്കണം. അത് നമ്മൾ ജാവയിൽ പഠിച്ച അങ്ങനെയായിരുന്നു, ഇവിടെയും പഠിക്കാം. ഇവിടെ നമ്മൾ അറേൻ്റെ സെക്ഷൻ എന്തായാലും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഡോമിൻ്റെ കാര്യം ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സേവ് ചെയ്തതിന് ശേഷം വീണ്ടും പോയി നോക്കുകയാണെങ്കിൽ കണ്ടോ, ഒറ്റ എലിമെൻ്റാണ്, അതായത് H1 ഡോട്ട് ഗ്രീറ്റിംഗിലാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഇപ്പോൾ തൽക്കാലം ഈ കൺസോൾ ഞാൻ കളയുന്നതിന് ശേഷം ഇത് കമാൻഡ് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഇന്നർ HTML വേണ്ട, നമുക്ക് ഒന്നും വേണ്ട. ഇപ്പോൾ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ക്ലാസ് നെയിം ഗ്രീറ്റിംഗ് ആണ് കൊടുത്തു. അപ്പോൾ ആദ്യം ഏതാ വേണ്ടത്, ഇപ്പോൾ നമുക്ക് 2 ക്ലാസ് നെയിം ഉണ്ട്, ഒന്ന് P ടാഗിലും H1 ടാഗിലും. ഇനി എനിക്ക് മാറേണ്ടത് H1 ടാഗിലുള്ളതാണ്. അപ്പോൾ H1 ടാഗ് ഏത് പൊസിഷനിലാണ് ഉള്ളത്, 0th പൊസിഷനിലാണ്. ഓക്കെ, 0th പൊസിഷനിലൊക്കെ ഇപ്പോൾ തല കറങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് പിന്നീട് അറേൻ്റെ സെക്ഷൻ വരുന്നുണ്ട്, അവിടെ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ മനസ്സിലാകുന്നവർ എന്ത് ചെയ്യുക, മനസ്സിലാക്കി പോവുക. അല്ലാത്തവർ ഇത് ഇഗ്നോർ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യുക, അറേൻ്റെ ക്ലാസ് ഞാൻ പ്രോപ്പറായി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ 0th പൊസിഷൻ നോക്കുക. പിന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 0th പൊസിഷൻ എന്താ മനസ്സിലായില്ല, 1th പൊസിഷൻ എന്താ മനസ്സിലായില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് കോഡിങ് മസ്റ്റായിട്ട് കാണണം. ആ കാണാത്തതിൻ്റെ കുറവാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ 0th പൊസിഷനിൽ ആണ് ചേഞ്ച് ചെയ്യേണ്ടത് കൊടുക്കുക. എന്നിട്ട് ഡോട്ട് ഇന്നർ HTML കൊടുത്തതിന് ശേഷം എന്ത് കണ്ടന്റ് ആണോ നിങ്ങൾക്ക് കൊടുക്കേണ്ടത് അവിടെ ഇങ്ങനെ കൊടുക്കുക. ഇവിടെ എനിക്ക് കൊടുക്കേണ്ടത് ഹലോ വെസ്ല, വെൽക്കം ടു വെസ്ല മാറ്റിയിട്ട് ഹലോ വെസ്ല എന്നുള്ളത് കൊടുത്ത് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹലോ വെസ്ല എന്നുള്ളത് മാറി. ഇങ്ങനെയാണ് ഒരു ക്ലാസ് നെയിം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാൻ പറ്റുക. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തല പുകയ്ക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. പക്ഷെ അറിയില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മുടെ ജാവയുടെ ബേസിക് കോഡിങ് കാണാം. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. കീപ് വാച്ചിങ്.